ഹായ് യാൾ, അസ്സലാമു അലൈക്കും. എൻ്റെ ഫേവറേറ്റ് കൂടിയായ ട്യൂണ മസാലയുടെ റെസിപ്പി കൂടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാനിവിടെ 3 വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. വളരെ കുറച്ച് എണ്ണ മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ മതി എന്ന് പറഞ്ഞത്, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. സബോള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനിവിടെ ക്യാൻഡ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാൻഡ് ടിന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ട്യൂണ മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓവറായിട്ട് ഒരു മസാലയും കയറ്റാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ചേർക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം, ഉണക്കമുളക് അഥവാ വറ്റൽമുളക്. ഇത് ഞാനിവിടെ ഒരു 6 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ക്രഷ്ഡ് ആയിരുന്നു വേണ്ടത്, പക്ഷെ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാൻഡ് ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടിന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ചുകൂടി ഏകദേശം ഒരു 3 വറ്റൽമുളക് ചതച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എരിവ് കുറവായി തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തത്. ഇതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സൈഡിൽ കൂടെയൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങുന്ന പാകമാണ്. ഇതായി എന്ന് മനസ്സിലാവുന്ന സമയം ഓവർ മസാലകളൊന്നും ചേർക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്യൂണ മസാലേൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി എൻ്റെ ബ്രദറാണ് കേട്ടോ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.